ഹായ് ഫ്രണ്ട്സ്, ഇത് നിങ്ങളുടെ സ്വന്തം യൂണിക് ട്രാവലറാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കിന്ന് കാണാം. ഞാൻ പുതിയ ചെസ്റ്റ് മൗണ്ടൊക്കെ മേടിച്ചു, നമ്മൾ ഗോപ്രോ വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ എല്ലാം സന്തോഷത്തിലേക്ക് ഇരിക്കുകയായിരുന്നു. രാവിലെ ഞാൻ അമ്പലത്തിൻ്റെ പ്ലേസിലൊക്കെ പോയി എന്നും പോകുന്നത് പോലെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു, സന്തോഷിച്ചു, തിരിച്ച് വീട്ടിൽ വന്നു. അതിനുശേഷം വീണ്ടും പോയപ്പോൾ നടന്ന കാര്യം നമ്മൾ കാണാൻ വേണ്ടി നമ്മുടെ ബൈക്കിലേക്ക് ഇപ്പോൾ അങ്ങോട്ട് പോകാം. സത്യം പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നവർക്കൊക്കെ ഇങ്ങനെ കണ്ണീര് വന്ന് വല്ലാത്തൊരവസ്ഥയായിപ്പോയി. സോ നമുക്ക് ഇന്ന് നടന്ന ആ കാര്യം കാണാൻ വേണ്ടി പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ബൈക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ മറ്റേ ചെസ്റ്റ് മൗണ്ട് എടുത്തിട്ട് നമുക്ക് അത് വെച്ചുകൊണ്ട് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ രാവിലെ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് അപ്ലോഡ് ചെയ്തില്ല. ആ എടുത്ത വീഡിയോയിൽ സന്തോഷത്തോടെ ആ താമര അവിടെ നിൽക്കുന്നത് ആ വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ അമ്പലമുള്ള പ്ലേസിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ താക്കോലൊക്കെ എല്ലാം ഉണ്ടോ ചെക്കിങ് ചെയ്യണം. ഓക്കെ, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പോവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ എന്താ റോട്ടിൽ കൊണ്ടിങ്ങനെ വയ്ക്കും. അതിനുശേഷം ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്തു. സ്റ്റാർട്ടിങ്. ഓക്കെ, ഇവിടെ നിന്നാണ് ഞാനിങ്ങനെ പോകുന്നത്. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് എൻ്റെ അമ്പലമുള്ള പ്ലേസ്. സോ ഐ ആം കമ്മിങ് ദിസ് പ്ലേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നതിന് ശേഷം ജസ്റ്റ് എക്സാമ്പിൾ ഇവിടെ നിന്ന് ഞാൻ കാണുന്നുണ്ട്, ഇവിടെ ബൈക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് പ്ലേസ്, സിറ്റുവേഷൻ മൊത്തം വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് പോയിട്ട് കാര്യം കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ലൈഫിലെ ആ മൊമെൻറ്റ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളടുത്ത് പങ്കുവയ്ക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ആമ്പലുള്ള പ്ലേസാണ്. എനിക്ക് ആമ്പലും താമരയെല്ലാം ഉള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ നിറച്ച് നിൽപ്പുണ്ട്. ഒത്തിരി വെറൈറ്റീസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഞാനിത് ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ എന്നെ കാണിച്ച് നമുക്ക് വീഡിയോ പറയാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ നമ്മുടെ ആമ്പലെല്ലാം ഉള്ള പ്ലേസിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ന് നടന്നതായിട്ടുള്ളൊരു വലിയ വിഷമമുള്ള കാര്യമാണ്. എൻ്റെ മനസ്സിൽ എന്ത് പറഞ്ഞാൽ ചിരിയൊക്കെ ആയിരിക്കും, പക്ഷേ ഇന്ന് ഞാൻ അറിയാതെ ഏകദേശം 2 വർഷത്തിന് ശേഷം ഇടയ്ക്കൊക്കെ വലിയ വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ണിനൊക്കെ വന്നു. പക്ഷേ ഇന്ന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിന്ന് ആൾക്കാരുടെ അടുത്തൊക്കെ എന്തൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം ഉടനെ വീട്ടിൽ പോയി കുറേ സമയം കണ്ണീര് വന്നുകൊണ്ടിരുന്നു. കണ്ണീര് നിൽക്കുന്നില്ല, അത്രയ്ക്ക് വിഷമം ഉണ്ടായി. എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഈ എത്ര രൂപ നഷ്ടപ്പെടുന്നതെന്നല്ല, നമ്മൾ സ്നേഹിച്ച് വളർത്തുന്ന ഒരു കാര്യം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിഷമം. ഇപ്പം എൻ്റെ കയ്യിൽ നിന്നൊരു 20,000 രൂപ കയ്യിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും കാരണത്തിൽ നമുക്ക് മിസ്സായി പോയിക്കഴിഞ്ഞാൽ തന്നെ എനിക്കിപ്പോൾ ഇത്ര ഒരു വിഷമം ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഞാൻ എന്നും വന്ന് കാണുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ താമരകളുണ്ട്. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള വീഡിയോയിൽ വരെ കണ്ട ഒരു താമരയാണിത്. ഇതിലുണ്ടായിരുന്ന നല്ലൊരു താമരയിൽ നിറച്ച് പൂക്കളൊക്കെ ഓടെ ഇരുന്നതാണ്. അതിനെ മൊത്തത്തോടെ എടുത്തുകൊണ്ട് പോയി. അത് രാവിലെ ഞാൻ വന്നതിന് ശേഷം അവൻ വളരെ ഫാസ്റ്റിൽ എടുത്തുകൊണ്ട് ഓടിയിരിക്കുന്നതിൻ്റെ ആ ഒരു ഇത് കണ്ട. ഇവിടെ നിന്ന് വലിച്ച് എടുത്ത് ഇതുവഴി ഇങ്ങനെ എടുത്തുകൊണ്ട് അതുവഴി ആയിരിക്കും കയറി പോയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതാ വേഗത്തിൽ അവൻ ചെയ്തു. ഓക്കെ, സമ്മതിച്ചു. എന്താ പറയുക, ഇപ്പോഴും എൻ്റെ വിഷമമുണ്ടായി ഇത് കാണുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇതിനേക്കാളും നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഒരു 100 ആടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരാട് പോകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം ആ കർഷകന് അല്ലെങ്കിൽ അത് വളർത്തുന്ന ഒരാൾക്ക് മാത്രമേ നമുക്കത് മനസ്സിലാക്കാനാവൂ. ഇതിലൊക്കെ നിറച്ച് താമരയൊക്കെ വിരിയുന്നു. ഇതെല്ലാം സന്തോഷമാണ്. പക്ഷേ ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നു, വേറെ നഷ്ടപ്പെട്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ആ ഒരു വിഷമത്തിലാണ് ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നത്. സോ എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കിപ്പോൾ അറിയില്ല ഫ്രണ്ട്സ്. അതിൽ ഞാൻ ഒത്തിരി വിഷമത്തിലാണ്. കയ്യിൽ സത്യം പറഞ്ഞാൽ പല കാര്യത്തിലൊരു ക്യാമറ ഇടയ്ക്ക് മേടിച്ചു. അതിനൊരു 35,000 പിന്നെ ഏകദേശം 40,000 രൂപ അടുപ്പിച്ച് ചിലവായി. കയ്യിൽ ഒരു രൂപ പോലും ചിലപ്പോൾ കാണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 2 ക്യാമറ ഫിക്സ് ചെയ്യണം. സോ അതിന് ഏകദേശം ഒരു 15 രൂപ അടുപ്പിച്ച് കയ്യിൽ ചിലവാകും. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഒരു മാസം ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ ഫീസ് അടയ്ക്കാനും പിന്നെ അതുപോലെ പല ലോണും കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ എനിക്ക് ഒരിടത്തും എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ്. സോ അത് എടുത്തവൻ എന്തായാലും
നന്നായിട്ടൊരു പണിയെങ്കിലും കിട്ടട്ടെ എന്ന് സന്തോഷത്തോടു കൂടെ പറയുന്നു. അവരുടെ വീട്ടിൽ അത് കൊണ്ടുവച്ച താമരയൊക്കെ അവർ കണ്ട് ആസ്വദിക്കട്ടെ. കണ്ട ഇതൊക്കെ എന്ത് പറയാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ സോ ഇനി എത്ര കയ്യിൽ നിന്ന് ആരെയൊന്ന് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ക്യാമറ വയ്ക്കാമെന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞു. സോ ഇവിടെ ഏകദേശം എൻ്റെ ആഗ്രഹം പോലെ ഏകദേശം നിറച്ച് പ്ലാൻസായി. ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളായിരുന്നു. ഓക്കെ, ഇതൊക്കെ എൻ്റെ വിഷയമായിരുന്നു. ഇതുപോലെ ഒരു ക്യാമറ വാങ്ങണം എന്നുള്ളതും എൻ്റെ ഒരു വിഷയമായിരുന്നു. സോ അതെല്ലാം എനിക്ക് സാധിക്കാൻ കഴിഞ്ഞു. സോ ഒരു ക്യാമറയല്ലേ, 2 ക്യാമറ ഞാൻ അവിടെയും ഇൻ കേസ് അവിടെ 2 ക്യാമറ ഞാൻ വയ്ക്കാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. സോ അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ 2 ക്യാമറ വയ്ക്കണം. അതോടൊപ്പം തുടർന്ന് ഞാൻ ചിന്തിക്കുന്നത് 2 അടുത്ത് എക്സാമ്പിൾ അവിടെയും വേറൊരിടത്തും കൂടെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എന്തായാലും എടുത്തുകൊണ്ട് പോയ ആളിത് കാണുകയാണെങ്കിൽ എൻ്റെ വിഷമം മനസ്സിലാക്കുക, തിരിച്ച് കൊണ്ടുതരണമെന്നല്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ കാണിച്ചു തിരിക്കട്ടെ, ഇതുപോലെ വേറെ ആരുടെ പോയി ഇങ്ങനെ കാണിക്കരുത്. കാരണം മാനസികമായിട്ടൊരു വിഷമമാണ്. നമ്മളിപ്പോൾ എന്നെ വന്ന് നിങ്ങളിപ്പോൾ 2 ചീത്ത വിളിച്ചിരുന്നെങ്കിലോ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് എടാ അരുൺ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എന്നാലും ജസ്റ്റ് എനിക്കൊരു ആമ്പൽ ഫ്രീ ആയി തരുമോ എന്ന് ഒരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഞാനൊരിക്കലും ചിലപ്പോൾ വലിയ കൂടിയായിട്ടൊന്നും എനിക്ക് തരാൻ പറ്റില്ല, ചെറിയായിട്ടോ എന്തെങ്കിലുമൊക്കെ ഞാൻ തരുമായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാനൊരു മനസ്സ് കാണിക്കാതെ ഞാനിപ്പോൾ ഇത് സെയിൽ ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ ചില പ്ലാൻസൊക്കെ നിങ്ങൾക്കറിയാം. പലരും സെയിൽ ചെയ്യുന്ന 300-400 ഞാൻ വെറും 100 രൂപയ്ക്കൊക്കെയാണ് ചില ചെടികൾ വിൽക്കുന്നത്. നിങ്ങൾക്കറിയാമല്ല, എൻ്റെ വില കുറച്ചാണ് ഞാൻ വിൽക്കുന്നത്. പക്ഷേ ചില ചെടികൾ ഞാൻ വില കൂട്ടി വിൽക്കും, കാരണം എനിക്കും ജീവിക്കണ്ടേ. അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. നിങ്ങളുടെ മുന്നിൽ എനിക്ക് കരയാൻ വയ്യ. കാരണം ഞാൻ വീട്ടിലിവിടെ നിന്ന് കണ്ടുകൊണ്ട് പോയി ഓടിപ്പോയി അവിടെ നിന്ന്. കാരണം ഇപ്പോൾ അമ്മയൊക്കെ വന്ന് പറഞ്ഞ് എടാ മോനെ ഇത് കുറച്ചല്ലേ നിൻ്റെ കയ്യിൽ നിന്ന് പോയുള്ളൂ, കുഴപ്പമില്ല. കുറച്ചൊന്നല്ല, അമ്മ പറഞ്ഞു വേറെ ഒന്നും സംഭവിച്ചില്ല, ഒരു ചെടിയല്ലേ പോയുള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. സോ ഇപ്പോഴും എൻ്റെ ചെറുതായിട്ട് കണ്ണ് നിറയുന്നു. അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞപ്പോഴും അമ്മയ്ക്കും വിഷമം ഉണ്ടായി കാണും, എനിക്ക് ഒത്തിരി വിഷമം ഉണ്ടായി. സോ എങ്ങനെ ഈ ഒരു വിഷമത്തിൽ നിന്ന് മാറുമെന്ന് എനിക്കറിയില്ല. സോ ഈ ഒരു ക്യാമറയ്ക്ക് വയ്ക്കണം. സോ ഓക്കെ, അതൊക്കെ നടക്കട്ടെ. ഈ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഞാനിവിടെ ചെയ്തെങ്കിൽ എനിക്കിതിൽ നിന്ന് കിട്ടുന്നത് വലിയ എമൗണ്ട് ഒന്നും കിട്ടാറില്ല. യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഇടുന്നെങ്കിലും ഇതിലൊന്നും വല്ലപ്പോഴും നക്കാപ്പിച്ച പോലെ കുറച്ച് എമൗണ്ട് കിട്ടും. അതൊക്കെ വെച്ച് ജീവിച്ചു പോകുന്ന എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോൾ വല്ലാത്തൊരു മനസ്സിലൊരു വിഷമമുണ്ട്. സോ ആ വിഷമമെല്ലാം മാറട്ടെ. നിങ്ങൾ തുടർന്ന് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ പ്ലാൻസൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുക. 100-നൊക്കെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ആമ്പലുകളുണ്ട്, 100-150 രൂപയ്ക്കൊക്കെ നമുക്ക് കൊടുക്കുന്ന ഒത്തിരി ആമ്പലൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പോൾ പോയൊന്നിൽ ഞാൻ വിഷമം ഇനി പയ്യെ വിഷമത്തിൽ നിന്ന് മാറാം. സോ ഞാൻ വീണ്ടും ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാൻ എന്തിനാ അറിയാമോ, ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കും, സ്വന്തമായി ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ ഇൻ കേസ് ഈ വിഷമം ഞാൻ മറക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന് നന്ദി. ഇപ്പോൾ നിറച്ച് പ്ലാന്റ്സൊക്കെ എല്ലാം ഫ്ലവറിങ് ആയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇത് ഓരോ പൂക്കൾ കാണുമ്പോൾ എനിക്ക് ഭംഗി, അപ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ഇതെല്ലാം ഇപ്പോൾ നിറച്ച് പൂ നിൽപ്പുണ്ട്. ഇന്ന് നല്ല ഉച്ചയായപ്പോഴുണ്ടോ അതിൽ ശുചിച്ച സമയത്ത് വന്നുകൊണ്ട് ഏകദേശം ഫ്ലവേഴ്സ് നിറച്ച് പോകുന്നുണ്ട്. ഇന്ന് ഞാൻ ഒത്തിരി കാര്യം വീട്ടിൽ നിന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു ദിവസമായിരുന്നു. പക്ഷേ അതെല്ലാം നശിച്ച് എൻ്റെ ഒരു ദിവസം നഷ്ടപ്പെട്ടു. ഓക്കെ, എൻ്റെ ജീവിതത്തിലുള്ള ഒരു ദിവസമാണ് ഇന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയൊരു മോഷ്ടാവ് കാരണം നഷ്ടപ്പെട്ടു. ഒരു ദിവസം നഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ എന്തുമാത്രം ദിവസം കഷ്ടപ്പെട്ട എമൗണ്ടാണ് എനിക്കിനി ഒരു ക്യാമറ അല്ലെങ്കിൽ ആ ഒരു താമര പോയതിൽ എനിക്ക് ചിലവാകുന്ന ഏകദേശം ഒരു 10-20,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് ചിലവാകും. കാരണം അത് ഞാൻ എത്രയോ ദിവസമാണ് ഇവിടെ വന്ന് അധ്വാനിച്ചത്. അത് ഞാൻ ആ പൈസയ്ക്ക് വേണ്ടി എത്രയോ ദിവസം ഞാൻ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അവനെ ചിന്തിച്ചൂടെ, എത്രയോ ദിവസം ഞാൻ ഇവിടെ നിന്ന് വേർത്ത് കുളിച്ചിട്ടുള്ള ദിവസം ഉണ്ടെന്ന് എനിക്കറിയാം. ഈ മണ്ണെല്ലാം വെട്ടി ഇവിടെ വലിയ കുഴിയായെന്ന് പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ വേനൽ സമയത്തൊക്കെ ഫുൾ കട്ടിക്കിടക്കുന്ന മണ്ണ് ഞാൻ പിക്കേസ് വെച്ച് വെട്ടി കുഴിച്ച് അതിന് മണ്ണെടുത്ത് അങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് ചുമന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ വേദന എനിക്ക് ഇടയ്ക്ക് ഉണ്ടാവും. നടുവിന് പ്രോബ്ലം ചില സമയത്ത് ഉണ്ടാകുമ്പോൾ പോലും അത് സഹിച്ചുകൊണ്ട് നല്ല പൂക്കൾ കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ആമ്പലെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച സമയത്തും ഇങ്ങനെ വന്ന് എന്നോട് കാണിച്ചപ്പോൾ അത് എൻ്റെ ഒരു വലിയ പ്രയത്നത്തെയാണ് നിങ്ങൾ നശിപ്പിച്ചത്. സോ ഇതുപോലെ ഇടയ്ക്ക് എൻ്റെ നിന്ന് ആമ്പൽ മേടിച്ചിട്ടുള്ള ഒരു ആൻറ്റി എന്നെ വിളിച്ചതുപോലെ പറഞ്ഞു. അവർ മതിലിൻ്റെ സൈഡിൽ നിറച്ച് പൂക്കൾ പൂത്തോണ്ടിന്ന് വച്ചിരുന്നു. അവരെന്നെ വിളിച്ചന്ന് കരഞ്ഞു. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ആ ഒരു മൊമെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാനും ഇടയ്ക്ക് കരഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഇടയ്ക്ക് പോയ സമയത്ത്. ഇടയ്ക്ക് ലാസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയ ഏത് പ്ലാന്റെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള പ്ലാന്റ് പിങ്കളോട് എന്ന് പറഞ്ഞ പ്ലാന്റാണ് പോയിട്ടുള്ള താമരയുടെ 1 മാസം കൊണ്ടൊക്കെ പൂക്കുന്നൊരു പ്ലാന്റാണ്. ഇതാ ഈ ഒരു പ്ലാന്റാണ് എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം പോയിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ടൈം പോയത് ഈ ഒരു പ്ലാന്റാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയ പ്ലാന്റ്. ഓക്കെ, അതും നഷ്ടപ്പെട്ടു. അതും ഇതുവരെ ഒരാൾ വന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. ഓക്കെ, ഇങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നവരൊക്കെ ജീവിതത്തിൽ ഉന്നതങ്ങളിലൊക്കെ എത്തിച്ചേരട്ടെ.
എന്നിട്ട് ഉന്നതങ്ങളിൽ എത്തിച്ചേർന്ന് നല്ല രീതിയിൽ നിൽക്കുമ്പോൾ അവരുടെ എല്ലാ സാധനവും ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോട്ടെ, അപ്പോൾ അവർക്ക് സന്തോഷം. ഓക്കെ, അല്ലാതെ അവർക്ക് ഇപ്പോൾ ഒന്നുമില്ലാത്തിരിക്കുന്ന അവസ്ഥയായിരിക്കുമല്ലോ. ഒരു ആമ്പൽ പോലും ഒരു 100 രൂപ 200 രൂപ തന്നതിൻ്റെ ഒരു ആമ്പൽ അല്ലെങ്കിൽ താമര പോലും വാങ്ങാനില്ലാത്ത അവസ്ഥയിലായിരിക്കും അവരിപ്പോഴും. അവർ വളരട്ടെ, ഇതുപോലെ അടിച്ചു മാറ്റി വളർന്ന് വലുതായിട്ട് അവരെന്നുള്ള എല്ലാ സാധനവും അടിച്ചുകൊണ്ട് പോട്ടെ, അപ്പോഴേ അവർക്ക് സന്തോഷമാവും. അങ്ങനത്തെ സന്തോഷമാവട്ടെ. ഓക്കെ, പക്ഷേ അങ്ങനെ സന്തോഷമായാലും എൻ്റെ ഈ വിഷമം പോവില്ലല്ലോ, അറിയില്ല. ഓക്കെ, എൻ്റെ ഈ വിഷമം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്ന് ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ഒരു വിഷമത്തിൽ നിങ്ങളങ്ങനെ ഞാൻ കരയണ കാണണ്ട. എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തി അമ്മയെ കണ്ടു. പക്ഷേ ഞാൻ അനിയത്തിൻ്റെ വീട്ടിൽ കയറി പോയപ്പോൾ ഉടനെ പറഞ്ഞാൽ ഇവിടുന്ന് വണ്ടി ഓടിച്ച് അങ്ങോട്ട് പോയ സമയത്തിന് കണ്ണീര് വന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്നു. പിന്നെ വീടിന് കഥ പറഞ്ഞകത്ത് കയറിയപ്പോൾ കൺട്രോൾ വിട്ട് പോയി. പിന്നെ കണ്ണീര് വന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നു. ഒരു ചെടി പോയപ്പം കിടന്ന് ഞാൻ ഇടയ്ക്ക് പിന്നെ ചാലോചിച്ചു എന്തിനാ ഇങ്ങനെ കരഞ്ഞതെന്ന്. അറിയില്ല, എന്തോ ഒരു മാനസികമായ എനിക്കൊരു അറ്റാച്ച്മെൻറ്റുള്ള ചെടിയാണ് ഈ ഒരു ആമ്പലം എന്ന് പറഞ്ഞാൽ. ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റുള്ള ചെടികളാണ്. ഓക്കെ, അപ്പോൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോയവൻ ജീവിതത്തിൽ അവന് ഉയരങ്ങളിലെത്തട്ടെ. ഉയരങ്ങളിലെത്തുമ്പോൾ അവിടെ നിന്ന് അവൻ്റെ ഉയരമൊക്കെ പോകട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, ഇതുപോലെ മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.